ഗുഡ് മോർണിംഗ്. കട്ടൻ ചായ 150-ാം അധ്യായത്തിലേക്ക് ഏവർക്കും സ്വാഗതം. ലക്ഷ്മി വെൽക്കംസ് യു. നിങ്ങൾ തന്നുകൊണ്ടിരിക്കുന്ന സപ്പോർട്ടിന് ഹൃദയപൂർവ്വം നന്ദി പറയുന്നു. നിങ്ങൾ തന്ന സബ്സ്ക്രിപ്ഷൻ 3928 പേരായതിൽ സന്തോഷിക്കുന്നു. അതിന് നിങ്ങൾക്ക് പ്രേരണ തന്ന ദൈവത്തോട് നന്ദി പറയുന്നു. 3928 പേരായിരിക്കുന്നു. All subscribers are welcomed to this program. Let us make a cup of black tea. ഒരു കപ്പ് ചായ ഉണ്ടാക്കാം. അതിനു വേണ്ട സാധനങ്ങൾ: കറുവാപ്പട്ട, ഏലക്ക, തേയില, മധുരം, വെള്ളം. ലെറ്റ് സ്റ്റാർട്ട്. ഒന്ന് തുടങ്ങാം. ടീക്ക് വുഡ് പെക്കർ തന്ന കട്ടിംഗ് ബോർഡിലെ പുറത്ത് എല്ലാ സാധനങ്ങളും സജ്ജീകരിച്ച് വെച്ചിരിക്കുകയാണ്. അതിൻ്റെ എല്ലാ സാധനങ്ങളിലും ഓരോന്നോരോന്നായിട്ട് ഞാൻ പരിചയപ്പെടുത്തുന്നു. ആദ്യം നമ്മൾ കാണുന്നത് തേയിലയാണ്. ലിപ്ടൺ കമ്പനിയുടെ ഡാർജിലിംഗ് ബ്രാൻഡ് തേയില. അത് ലോങ് ലീഫ് ടീ ആണ്. അതാണ് എടുത്ത് വെച്ചിരിക്കുന്നത്. അടുത്തത് ഷുഗർ ഫ്രീ സ്വീറ്റ്നർ എന്ന് പറയും. അതായത് പഞ്ചസാരയ്ക്ക് പകരമുള്ളത്. ഇത് ഏലക്ക, കറുവാപ്പട്ട അരിഞ്ഞു വച്ചിരിക്കുന്നത്. അടുത്തത് കപ്പാണ്. ഇത് നമ്മൾ ചായ എടുക്കാനുള്ള കപ്പ്. ഇതിനായിട്ട് തന്നെ വാങ്ങിയതാണ്. ഇത് നമ്മൾ അതായത് ചെരുവൻ, പിന്നെ ഒരു കപ്പ് വെള്ളം, ഇത് ഫിൽറ്റർ ചെയ്യാനുള്ള അരിപ്പ മുതലായ സാധനങ്ങൾ. സ്റ്റൗ നമ്മൾ കത്തിക്കാൻ പോവുകയാണ്. സ്റ്റൗ കത്തിച്ചതിന് ശേഷം കത്തിച്ചതിന് ശേഷം അതിലേക്ക് ചെരുവൻ എടുത്തു വയ്ക്കുന്നു. ചെരുവൻ ചൂടായി വരുമ്പോൾ അതിലേക്ക് ഒരു കപ്പ് വെള്ളം എടുത്തു വച്ചിരുന്നത് ഒഴിക്കുന്നു. ഒരു കപ്പ് വെള്ളം അതിലേക്ക് ഒഴിച്ചു. അതിനുശേഷം കറുവാപ്പട്ടയും ഏലക്കായും അരിഞ്ഞു വെച്ചിരിക്കുന്നത് ഇടുന്നു. പൊടിയാണ് ഇടേണ്ടത്, പക്ഷേ അതിന് പകരം ഞാൻ അരിഞ്ഞു വെച്ചിരിക്കുകയാണ്. ഇനി അത് തിളയ്ക്കുന്നതിന് വേണ്ടിയിട്ട് എബൌട്ട് 2 മിനിറ്റ് സമയം എടുക്കും. 2 മിനിറ്റ്സ് സമയം എടുക്കാൻ സാധ്യതയുണ്ട്. അപ്പോൾ ആ 2 മിനിറ്റ് സമയത്തേക്ക് നമ്മൾക്ക് സംസാരിക്കാം. ഇത് കട്ടൻ ചായയുടെ 150-ാമത്തെ അധ്യായമാണ്. നമുക്ക് കുറച്ച് അധ്യായങ്ങൾ ദിവസങ്ങൾ വിട്ടുപോയി. എൻ്റെ വ്യക്തിപരമായിട്ടുള്ള അസൗകര്യം കൊണ്ടാണ് ചെയ്യാതെ പോയത്. വീട്ടിൽ ഓരോ ജോലികൾ വരുമ്പം ഈ ഒരു കുഞ്ഞു വീഡിയോ ആണെങ്കിലും ഇതിൻ്റെ പുറകിൽ കുറേ സമയം നമുക്ക് വേണം. അതുകൊണ്ടത് ചെയ്യാൻ പറ്റിയില്ല. അപ്പോൾ നമ്മൾ ഈ 150 എപ്പിസോഡുകൾ എപ്പിസോഡിൽ എത്തി നിൽക്കുന്ന ഈ സമയത്ത് ഞാൻ എത്ര നാൾ ഈ പ്രോഗ്രാം ചെയ്യും എന്ന് നിങ്ങൾ ചിലപ്പോൾ ചിന്തിക്കുന്നുണ്ടായിരിക്കും. എന്തിനാണ് ഇങ്ങനത്തെ ഒരു പരിപാടി ചെയ്യുന്നത്? ഇത് 2-3 കാരണങ്ങൾക്കാണ് ഇത് ചെയ്യുന്നത്. ഒന്ന്, ഇത് കൺസിസ്റ്റൻസി. രണ്ടാമത്, നമുക്കൊരു പ്രാർത്ഥന. അതായത് ഈ പ്രോഗ്രാമിനോട് കൂടി, ചായയോടുകൂടി നമ്മൾ വചനം വായിക്കുന്നുണ്ട്. ആ വചനം എന്ന് പറയുന്നത് ബൈബിളിലാണ്. ബൈബിളിൽ കാണുന്ന വചനം നമ്മൾ വായിക്കുന്നു. അതിനോട് കൂടി ഈ ഓഫ്ലൈനായിട്ട് അതിൻ്റെ ഒരു ചാപ്റ്ററും ഞാൻ അന്ന് വായിക്കും. ഇന്ന് നമ്മൾ എടുക്കുന്ന വചനം നമ്മുടെ ഫാദർ മാത്യു വയലാമണ്ണിലച്ഛൻ്റെ ഡെയിലി ബ്ലെസ്സിങ് എന്ന് പറയുന്ന പ്രോഗ്രാമിൽ നിന്നുള്ളതാണ്. അത് ഞാൻ ഇന്നിവിടെ കുറച്ച് കഴിയുമ്പോൾ വായിക്കും. ഇപ്പം വെള്ളം തിളച്ച സ്ഥിതിക്ക് അതിനകത്ത് നമ്മൾ സ്വിച്ച് ഓഫ് ചെയ്തു. സ്വിച്ച് ഓഫ് ചെയ്തതിന് ശേഷം അതിലേക്ക് ചായ ഇല, അതായത് തേയില അതിലേക്ക് ഇടണം. തേയില ഇടുന്നു. തേയില ഇട്ട് കഴിഞ്ഞിരിക്കുന്നു. ഇനി അതിലേക്ക് പ്രത്യേകിച്ചൊന്നും ഇടാനില്ല. അതിന് നമ്മൾ റെസ്റ്റ് ചെയ്യാൻ വയ്ക്കണം. കുറച്ച് നേരം റെസ്റ്റ് ചെയ്യണം. അതിൻ്റെ ടേബിളാണ് ഈ കാണിച്ചിരിക്കുന്നത്. 2 മിനിറ്റ് വേണേൽ വയ്ക്കാം, 3 മിനിറ്റ് വയ്ക്കാം, 5 മിനിറ്റ് വയ്ക്കാം. അപ്പോൾ അതിൻ്റെ കളറ് ലൈറ്റ്, മീഡിയം, ഡാർക്ക്. അപ്പോൾ നമ്മൾ മീഡിയം കളറിലാണ് എടുത്തിരിക്കുന്നത്. അതായത് 3 മിനിറ്റ് നേരം അതിനെ റെസ്റ്റ് ചെയ്തതിന് ശേഷമാണ് ഇതെടുത്തിരിക്കുന്നത്. അപ്പോൾ നമ്മളിത് ഫിൽറ്റർ ചെയ്ത് അതിൻ്റെ ചായയുടെ ഇലയൊക്കെ മാറ്റി ചായ മാത്രമാക്കി എടുത്തു. ആ ചായ മാത്രമാക്കി എടുത്ത് നമ്മൾ ആ കപ്പിലേക്ക് ഒഴിക്കണം. ആ കപ്പ് റെഡിയായിരിക്കുകയാണ്. കപ്പ് നേരത്തെ കാണിച്ചായിരുന്നു. ആ കപ്പ് നമ്മൾക്ക് ഈ ചായക്ക് വേണ്ടി, അതായത് കട്ടൻ ചായ എന്ന് പറയുന്ന പ്രോഗ്രാമിന് വേണ്ടി മാത്രം മേടിച്ചതാണ്. ഇതിൻ്റെ ഇനിഷ്യൽ പ്രോഗ്രാംസൊക്കെ കണ്ടു കഴിഞ്ഞാൽ മനസ്സിലാകും. എത്രയോ നമ്മൾ ലളിതമായ രീതിയിൽ തുടങ്ങിയതാണ്. അതായത് സാധാരണ ചായ ഉണ്ടാക്കി കുടിച്ച് ആണ് ഈ പരുവത്തിൽ നമ്മൾ എത്തിയിരിക്കുന്നത്. അപ്പോൾ അത് ദൈവാനുഗ്രഹമാണെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. പ്രാർത്ഥന ടേബിളിലേക്ക് നമ്മൾ ആ കപ്പ് ചായ കൊണ്ടുവച്ചു. ഇനി നമ്മൾ വളരെ ആദരവോടുകൂടി, വളരെ ബഹുമാനത്തോടു കൂടി ബൈബിൾ എടുത്തുകൊണ്ടുവന്ന് വെച്ചു. ബൈബിളിൻ്റെ
നമുക്ക് വചനം തരുന്നത് ഞാൻ നേരത്തെ പറഞ്ഞു, ഫാദർ മാത്യു വയലാമണ്ണിലച്ചൻ നയിക്കുന്ന ഡെയിലി ബ്ലെസ്സിങ് എന്ന് പറയുന്ന പ്രോഗ്രാമാണ്. അതിൽ ജൂലൈ 9 നടന്ന പ്രോഗ്രാമിലെ വചനങ്ങളാണ് നമ്മൾ ഇന്നിവിടെ സെലക്ട് ചെയ്യുന്നത്. അത് ഇന്നത്തെ വചനം ലൂക്ക 10 അധ്യായത്തിൽ 38, 39, 40, 41, 42. അതാണ് ഈ ബൈബിളിൽ ഞാനിപ്പോൾ കാണിക്കുന്നത്. 11 അധ്യായം കാണിക്കുന്നതിൻ്റെ പുറകിലാണ് 10 അധ്യായം. ആ 10 അധ്യായത്തിലേക്ക് എൻ്റെ ആ 38, 39, 40, 41, 42 ഇപ്പോൾ വരും. അത് ക്യാമറ സെർച്ച് ചെയ്തുകൊണ്ടിരിക്കുകയാണ് അത് എവിടെയാണെന്നുള്ളത്. ഈ ലെഫ്റ്റ് സൈഡിലാണത്. ക്യാമറയ്ക്കകത്തോട് നോക്കുമ്പോൾ നമുക്കത് കാണാൻ പറ്റുന്നില്ലല്ലോ, അതുകൊണ്ടാണ് പ്രശ്നം. അത് നമ്മൾ കണ്ടു കഴിഞ്ഞിരിക്കുന്നത് മാർത്തയും മറിയോ എന്ന് പറയുന്ന എഴുതിയിരിക്കുന്നു 38 മുതലുള്ള. അപ്പോൾ നമുക്ക് ഇതിലൂടെ വായിക്കാൻ പ്രയാസമാണ്. അതിന് വേണ്ടിയിട്ട് അതിൻ്റെ സ്ക്രീൻഷോട്ട് എടുത്ത് വെച്ചിട്ടുണ്ട്. ആ സ്ക്രീൻഷോട്ടിൽ നോക്കി ഞാൻ വായിക്കുന്നു. ലൂക്ക അധ്യായം 10, മാർത്തയും മറിയവും. 38 മുതലുള്ള തിരുവചനങ്ങളാണ്. അവർ പോകുന്ന വഴി അവൻ ഒരു ഗ്രാമത്തിൽ പ്രവേശിച്ചു. മാർത്ത എന്നു പേരുള്ള ഒരുവൾ അവനെ സ്വഭവനത്തിൽ സ്വീകരിച്ചു. അവൾക്ക് മറിയം എന്നു പേരായ ഒരു സഹോദരി ഉണ്ടായിരുന്നു. അവൾ കർത്താവിൻ്റെ വചനങ്ങൾ കേട്ടുകൊണ്ട് അവൻ്റെ പാദത്തിങ്കൽ ഇരുന്നു. മാർത്തയാകട്ടെ പലവിധ ശുശ്രൂഷകളിൽ മുഴുകി വ്യഗ്രചിത്തയായിരുന്നു. അവൾ അവൻ്റെ അടുത്ത് ചെന്ന് പറഞ്ഞു, കർത്താവെ, ശുശ്രൂഷയ്ക്കായി എൻ്റെ സഹോദരി എന്നെ തനിയെ വിട്ടിരിക്കുന്നത് നീ ശ്രദ്ധിക്കുന്നില്ലേ? എന്നെ സഹായിക്കാൻ അവളോട് പറയുക. കർത്താവ് അവളോട് പറഞ്ഞു, മാർത്ത, മാർത്ത, നീ പലതിനെക്കുറിച്ചും ഉത്കണ്ഠാകുലയും അസ്വസ്ഥതയുമായിരിക്കുന്നു. ഒന്ന് മാത്രമേ ആവശ്യമുള്ളൂ. മറിയം നല്ല ഭാഗം തിരഞ്ഞെടുത്തിരിക്കുന്നു, അത് അവളിൽ നിന്ന് എടുക്കപ്പെടുകയില്ല. വചനം ഇവിടെ തീർന്നു. കർത്താവെ, ഈ വചനം കേട്ട് എല്ലാവരെയും അനുഗ്രഹിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഈ പ്രോഗ്രാം കണ്ട് എല്ലാവരോടും നന്ദി പറയുന്നു. നാളെ വീണ്ടും കാണുന്നവരെ ഗുഡ് ബൈ. ആൻഡ് ദിസ് ഈസ് ദ എൻഡ് ഓഫ് ദിസ് പ്രോഗ്രാം. ശുഭം. ഗുഡ് ലക്ക്.